Joby. Again, welcome back to Orange Spices. Orange Spices പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മോര് കാച്ചിയതിൻ്റെ റെസിപ്പി. നമുക്ക് വെള്ളം മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകായികയൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഇത് നമ്മുടെ ഹെൽത്തിനും ഡൈജഷനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാം മോര് എപ്പോഴും നമ്മുടെ ഡൈജഷന് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ മോര് കാച്ചിയത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ട തൈരായതുകൊണ്ട് 1.25 കപ്പ് തൈരുണ്ടായിരുന്നു. അത് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തതാണ്. ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് ചെറുതായിട്ടൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ തൈര് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് ആ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് തൈരൊന്ന് ലൂസായി കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പോൾ അങ്ങനെ എടുത്ത തൈര് ഒരു 1.5 കപ്പ് ഉണ്ട് ഇത്. പിന്നെ ഞാനൊരു 8 ചുവന്നുള്ളി വട്ടത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതുരത്തിൽ ചെറിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി വട്ടത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുക് വേണം, 1/2 ടീസ്പൂൺ ഉലുവ വേണം. പിന്നെ ഞാനൊരു 3 പച്ചമുളക് ഇവിടെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. പിന്നെ നമുക്ക് 1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വറ്റൽമുളക് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് മോര് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഐറ്റമാണത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ മോര് കാച്ചിയത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തൊരു കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വറ്റൽമുളകിൻ്റെ കളറ് മാറി തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിടുക കേട്ടോ ഇനി, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു. ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ പച്ചമുളക് എടുത്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വലിയ കറിവേപ്പില ആണെങ്കിൽ ഒന്ന് മുറിച്ചിട്ടോളൂ കേട്ടോ. നമുക്കൊന്ന് മുറിച്ചിടാണ്, നല്ല വലിയ കറിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തൈരിന് നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം.
ഇനി തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലിടാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ തൈര് തിളച്ച് പോരുത്, ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ കറി നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇന്നത്തെ ആവി മുകളിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മുടെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഡൈജഷനും ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.